തിരുസഭയുടെ അനുഗ്രഹമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിലേക്ക് കടന്നുപോയതിൻ്റെ പിറ്റേന്നാണ് നാം ഈ തിരുക്കർമ്മം അനുഷ്ഠിക്കുന്നത് എന്നുള്ളതിനാൽ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പൗരോഹിത്യ സങ്കല്പങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. അത് പരിശുദ്ധ പിതാവിനുള്ള ഒരാദരമായിട്ട് കൂടിയാണ് ഞാൻ ആ ചിന്ത പങ്കുവയ്ക്കുക. പരിശുദ്ധ പിതാവ് പൗരോഹിത്യത്തെക്കുറിച്ച് ഏറെ ആഴത്തിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് പൗരോഹിത്യം എന്ത് എന്ന് വ്യക്തമായി അറിയാം. അതെൻ്റെ ജീവിതത്തിലുടനീളം വിശ്വസ്തയോടെ അദ്ദേഹം നിറവേറ്റുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ പിതാവ് വൈദികരെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ സത്യം, എല്ലാ വൈദികർക്കും 4 ബന്ധങ്ങളുണ്ടാവണം എന്ന്. ഒന്നാമത്തെ ബന്ധം ദൈവത്തോടുള്ള ബന്ധമാണ്. രണ്ടാമത്തേത് തൻ്റെ മേലധികാരികളോടുള്ള ബന്ധമാണ്. പ്രൊഗേഷനിസ്റ്റ് സന്യാസ സമൂഹമായതുകൊണ്ട് മാത്യൂസിന് വേണ്ടത് നിങ്ങളുടെ സഭയുടെ സുപ്പീരിയർ ജനറലിനോടും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനോടും നീ സേവനം ചെയ്യുന്ന പ്രദേശങ്ങളിലെ മെത്രാണിച്ചന്മാരോടും സർവോപരി പരിശുദ്ധ മാർപ്പാപ്പായോടുമുള്ള വിധേയത്വം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നോർക്കും. മൂന്നാമത്തെ ബന്ധം എന്നത് സഹവൈദികരുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങളുടെ സന്യാസ കൂട്ടായ്മയിലെ സകല മനുഷ്യരോടും നിനക്ക് വളരെ ആത്മബന്ധം ഉണ്ടായിരിക്കണം. അത് ഭംഗിവാക്കായിട്ട് കാണുമ്പം ചിരിച്ചു കാണിക്കുന്നു എന്നൊക്കെ ഉള്ളത് പോരാ, മറിച്ച് അവർ ദൈവം തന്ന സഹോദരങ്ങളാണ് എന്ന ഉത്തമ ബോധ്യത്തോടെയുള്ള ആത്മബന്ധം ആവശ്യമാണ്. നാലാമത്തെ ബന്ധം ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന ദൗത്യങ്ങളോടും ദൈവജനത്തോടുമാണ്. ദൈവം എവിടെ നമ്മളെ ഭരമേൽപ്പിച്ചാലും അത് വിശ്വസ്തയോടെ ചെയ്യാനുള്ള മനസ്സ് നിനക്കുണ്ടാവണം. ഈ 4 ബന്ധങ്ങളില്ലാതെ പൗരോഹിത്യം ജീവിക്കാനാവില്ല എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒന്നാമത്തെ പുരോഹിത ദർശനം എന്ന് പറയും. പ്രിയ മകനെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. സുവിശേഷത്തിൽ ഈശോ പറഞ്ഞത് എന്താണ്? തന്നോടുകൂടി ആയിരിക്കുവാൻ, ദൈവവചനം പ്രസംഗിക്കുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരപ്പെടുത്തുന്നതിന് വേണ്ടി ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് മാത്യൂസ്, നിന്നെ ഈശോ ആദ്യമായി തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ഇതാണ്, തന്നോടുകൂടി ആയിരിക്കുക. വൈദികരായ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഒരുപാട് തിരക്കിലാണ്. ഒത്തിരി ജോലി തിരക്കുള്ളതുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കാനോന നമസ്കാരങ്ങൾ, വ്യക്തിപരമായ പ്രാർത്ഥന, ഇതൊക്കെ മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം, നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്നുള്ളത്. അതാണ് ഈശോ പറഞ്ഞത്, തന്നോടുകൂടി ആയിരിക്കുവാൻ ഈശോ വിളിച്ചു. അതുകൊണ്ട് മാത്യൂസെ, കൂട്ടത്തിലുള്ളവർ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് നോക്കരുത്. നീ പരിശുദ്ധ കുർബാന ഉൾപ്പെടെ ദിവസത്തിൽ 3 മണിക്കൂറെങ്കിലും മിനിമം ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കും. കാനോന നമസ്കാരങ്ങൾ, വിശുദ്ധ കുർബാന, അതുപോലെ വ്യക്തിപരമായ പ്രാർത്ഥന, ധ്യാനം, ആരാധന, ഇതൊക്കെയായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദിവസത്തിൽ 3 മണിക്കൂറിരിക്കും. ഈശോ പെസഹ വ്യാഴാഴ്ച പറഞ്ഞു 1 മണിക്കൂറെങ്കിലും. അതെല്ലാവരോടുമായിട്ട് ചോദിക്കുന്നു. നിന്നോട് ഈശോ ചോദിക്കുന്നത് മിനിമം ഒരു 3 മണിക്കൂറിരിക്കും. അങ്ങനെ തന്നോടുകൂടി ആയിരിക്കുക എന്നുള്ളത് പരമപ്രധാനമായ ദൗത്യമാണ്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ദൈവത്തോടുള്ള ബന്ധം ശരിയല്ലാത്ത പുരോഹിതൻ്റെ മറ്റെല്ലാ ബന്ധങ്ങളും താറുമാറായി പോകും എന്നുകൂടി മാർപ്പാപ്പ സൂചിപ്പിച്ചു. 4 ബന്ധങ്ങളുണ്ട് എങ്കിലും അതിൽ പരമപ്രധാനമായ ബന്ധം ദൈവത്തോടുള്ള ബന്ധം. ആ ബന്ധം ശരിയല്ലാതെ പോയാൽ പിന്നെ സഹവൈദികരുമായിട്ട് വഴക്കാരും, സുപ്പീരിയറെ കാണുന്നതേ കലിയായിരിക്കും. അതുപോലെ തന്നെ ഏത് ജോലി ഏൽപ്പിച്ചാലും ദേഷ്യമായിരിക്കും. ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം, മകനെ,
നമ്മുടെ പരിശുദ്ധ പിതാവ് പറഞ്ഞു തരിക, പുരോഹിത, നീ ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കുന്നത് വരെയും നിന്റെ പൗരോഹിത്യ ജീവിതം അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. ഏതെങ്കിലും വൈദികൻ്റെ ജീവിതം അസ്വസ്ഥത നിറഞ്ഞതാകുന്നുവെങ്കിൽ, അദ്ദേഹം പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയാകുന്നെങ്കിൽ, ദേഷ്യപ്പെടുന്നുവെങ്കിൽ, മനുഷ്യരൊക്കെ അടുത്തെടുക്കാൻ മേലാത്ത സാഹചര്യമുണ്ട് എങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളും മനസ്സിലാക്കുക, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ അച്ഛന് ദൈവത്തോടുള്ള ബന്ധം ശരിയായിട്ട്. നിങ്ങളുടെ സമൂഹ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് പറയുകയും കലഹിക്കുകയും ചെയ്യുന്ന അച്ഛന്മാരുണ്ടാകും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ വ്യക്തി ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കിയിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു തരുന്ന ഈ ആദ്യ പാഠം, പ്രിയ മകനെ, നിൻ്റെ ഹൃദയത്തിലുണ്ടാകണം. മറ്റാര് മറന്നാലും നീ മറക്കരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചു കിടക്കുമ്പോൾ പട്ടം സ്വീകരിക്കുന്നയാളാണ് നീ. അതുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ അന്ത്യ വിൽ എന്ന നിലയിൽ നീ ഇത് സ്വീകരിക്കാൻ ബാധ്യസ്ഥൻ. രണ്ടാമതായി പരിശുദ്ധ പിതാവ് വൈദികർക്ക് നൽകിയ ഉപദേശം ഇതാണ്: പ്രിയ വൈദികരെ, നിങ്ങൾ സംസാരം കുറച്ച് കേൾക്കാൻ പഠിക്കണം എന്നാണ്. മെത്രാന്മാരോടും വൈദികരോടും മാർപ്പാപ്പ പറഞ്ഞത് 8 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കേണ്ടെന്നാണ്. ഞായറാഴ്ച കുർബാനകളിൽ അതനുസരിക്കുന്നവർ വളരെ കുറവാണ്. നമുക്ക് 8 മിനിറ്റ് കൊണ്ട് ആമുഖം പോലും പറയാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ പിതാവ് പ്രസംഗത്തിൻ്റെ സമയത്തെക്കുറിച്ചല്ല കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുക. പരിശുദ്ധ പിതാവ് പറയും, നമ്മൾ ഈ കൂടുതൽ സംസാരിക്കാനുള്ള ആവേശം വരുമ്പോൾ സംഭവിക്കുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവരെ കേൾക്കാത്ത മനുഷ്യരായിത്തീരും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക്, നീ ഒന്നും പറയേണ്ട കാര്യമില്ല, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, മിണ്ടാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരെയും നിശബ്ദരാക്കുകയാണ്. നമ്മളുടെ വാക്ക് മാത്രം എല്ലാവരും കേട്ടാൽ മതി എന്ന ചിന്ത പൗരോഹിത്യത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്നു. അത്തരം പുരോഹിതരെ സ്വീകരിക്കാൻ ദൈവജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് മാർപ്പാപ്പ പറയുക. അതുകൊണ്ട് പ്രിയ മകനെ, നമ്മുടെ പരിശുദ്ധ പിതാവ് നിന്നെ ഓർമ്മിപ്പിക്കുന്ന സത്യമിതാണ്: സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കേൾക്കാൻ പഠിക്കുക. പുരോഹിതന് ദൈവമായ കർത്താവ് കേൾവിക്കുള്ള വരമാണ് തന്നിരിക്കുന്നത് എന്ന സത്യം നീ ഓർക്കണം. ഈ 2 ചെവി കൊണ്ടും നീ മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കണം. അവർ പറയുന്നത് മനസ്സിലാക്കണം. അവരെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കരുത്, ഒരാളൊരു പ്രശ്നം വന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഉപദേശം കേട്ടിട്ടാണ് ആ വ്യക്തിയുടെ പ്രശ്നം തീരുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ആ വ്യക്തിയെ ശാന്തതയോടെ സൗമ്യതയോടെ നമ്മൾ കേട്ടാൽ മതി, പ്രശ്നം തീരും. നമ്മൾ മറുപടി പറഞ്ഞ് പ്രശ്നം വഷളാക്കുന്നവരാണ്. പരിശുദ്ധ പിതാവ് പറയുകയാണ്, നിങ്ങൾ കേൾക്കുന്നവരാണ്. നിങ്ങൾ മാർപ്പാപ്പ പറയുന്ന സിനഡൽ ചർച്ച് എന്നൊക്കെ പറയുന്നത് എല്ലാവരും കേൾക്കാൻ സന്നദ്ധതയുള്ളവരാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം പരസ്പരം കേൾക്കാൻ മനസ്സില്ലാത്തവരായി നമ്മൾ മാറുമ്പോഴാണ്. കേൾക്കുക, ദൈവത്തെ കേട്ട് നമ്മൾക്ക് മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സുണ്ടാകും. അവരനെ ശാന്തതയോടെ ശ്രദ്ധയോടെ കേട്ട് കഴിയുമ്പോൾ അവൻ്റെ പ്രശ്നം തീരും എന്നുള്ളതാണ്. മനഃശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, ടു ഹിയർ ഈസ് ടു ഹീൽ എന്നാണ്, അല്ലേ? കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ സുഖപ്പെടുത്തുക എന്ന് തന്നെയാണ് അർത്ഥം. അതാണ് പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കേൾവി വർദ്ധിപ്പിക്കണം, സംസാരം കുറയ്ക്കണം. മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് വൈദികർ കൊടുക്കുന്ന ഉപദേശം ഇതാണ്: നമ്മുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായാൽ, വഴക്കുകളുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റാളെ കേട്ടുകൊണ്ടേയിരിക്കും. കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനൊന്നും നോക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. വൈദികരായ നമുക്കും മെത്രാന്മാരായ ഞങ്ങൾക്കും എല്ലാം വേണ്ട ബോധ്യം ഇതാണ്: നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഒരു ശുശ്രൂഷയല്ല. ഈ സഭയെ സ്ഥാപിച്ചത് ഈശോയാണ്.
ഇതിനു വേണ്ടി ജീവൻ അർപ്പിച്ചത് അവിടുന്നാണ് കുരിശിൽ ഈ സഭയെ ജനിപ്പിക്കാൻ പിടഞ്ഞു മരിച്ചത് എന്ന് നമുക്കറിയാം. പ്രിയ മകനെ, നമ്മളല്ല ഈ സഭയുടെ അധികാരി. ഈ സഭയുടെ യഥാർത്ഥ അധികാരിയും അവകാശിയും ഈശോയും അവിടുത്തെ പിതാവും പരിശുദ്ധാത്മാവുമാണ്. അവർ നയിച്ചോളും ഇതിൽ. നമ്മൾ എന്ത് ചെയ്യണം? പ്രതിസന്ധികൾക്ക് നടുവിൽ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. മാർപ്പാപ്പ പറയുകയാണ്, നമ്മളിങ്ങനെ ശാന്തമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഈ ഒച്ചയെടുക്കുന്നവൻ്റെ മനസ്സും ഒരുപോലെ പരിശുദ്ധാത്മാവിലേക്ക് തിരിയും. അതിനെയാണ് മാർപ്പാപ്പ എക്ലേസിയൽ കൺവേർഷൻ എന്ന് പറയും, സഭയുടെ മാനസാന്തരം എന്ന് പറയുന്നത്. വിശ്വാസികളെല്ലാം വികാരിച്ചം പറയുന്നത് കേൾക്കുന്നതും എല്ലാവരും മെത്രാണിച്ചം പറയുന്ന അനുസരിക്കുന്നതുമല്ല മാർപ്പാപ്പ പറയുന്ന എക്ലേസിയൽ കൺവേർഷൻ എന്ന് പറയുന്നത്. അത് മെത്രാനും വൈദികരും ദൈവജനവും ഒരുപോലെ പരിശുദ്ധാത്മാവിലേക്ക് മാനസാന്തരപ്പെടുന്നതാണ് യഥാർത്ഥ സഭാ പരിവർത്തനം എന്ന സത്യം ഓർക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം സഭയിലും ഉണ്ടാകും, എല്ലാ സ്ഥലത്തും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പ്രിയ മകനെ, നമുക്ക് വേണ്ട ആദ്യ ബോധ്യം ഇതാണ്: ഈ സഭയുടെ ഉടയവൻ പരിശുദ്ധ ത്രിത്വമാണ്. അവിടുത്തെ ശുശ്രൂഷകർ മാത്രമാണ്. നമ്മളല്ല ഈ പ്രശ്നമെല്ലാം തീർക്കുന്നവർ. പ്രശ്നം തീർക്കുന്നവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ്. അവിടുത്തെ ആരാധിക്കുക, തിരുസന്നിധിയിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിനെയും മറ്റുള്ളവരുടെ മനസ്സിനെയും ദൈവമായ കർത്താവ് മാനസാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്താഗതികളെ അവിടുന്ന് മാറ്റും. അപ്രകാരം പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആരും ജയിച്ചതായും തോന്നിയല്ല, ആരും തോറ്റതായും തോന്നിയല്ല. ദൈവം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അജപാലന ശുശ്രൂഷ പഠിക്കണം എന്ന് മാർപ്പാപ്പ വൈദികരെ ഓർമ്മിപ്പിക്കുന്ന സത്യമാണ്. പ്രിയ മകനെ, പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കുക. ആദ്യ വായനയിൽ നമ്മൾ ശ്രവിച്ചു മോശയെ ദൈവം വിളിക്കുന്നത്. മോശ വിക്കനാണ്, വയ്യാത്തവനാണ്, കഴിവ് കുറഞ്ഞവനാണ്, പ്രായം 80 കഴിഞ്ഞു. വിറയാർന്ന പാദങ്ങളോടെ നടക്കുന്ന മോശയ്ക്ക് എങ്ങനെയാണ് സൂര്യനസ്തമിക്കാത്ത ഈജിപ്ത് സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഫറവോയുടെ മുമ്പിൽ ചെന്ന് തൻ്റെ ജനത്തെ വിമോചിപ്പിക്കാൻ കഴിയുക? മാനുഷികമായ അസാധ്യമാണ്. മോശ പറഞ്ഞു, എനിക്ക് വയ്യ, പ്രായം അധികമായി, സംസാരിക്കുമ്പോൾ വിക്കുള്ളവനാണ് ഞാൻ സംസാരിച്ചാൽ എല്ലാവരും ചിരിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവുകയല്ല. ദൈവം പറഞ്ഞു, നീ പോണം, നീ പോവുക, നിന്റെ ഒപ്പം ഞാനുണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് പറഞ്ഞു. പ്രിയമകനെ, നിന്റെ കഴിവിലല്ല ആശ്രയിക്കേണ്ടത്. നിന്റെ കഴിവും സാമർഥ്യവും കണ്ടിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം വിളിച്ചത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കുക, അവിടുന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തോടെ ജീവിക്കുക. നിധി കണ്ടെത്തിയവൻ സർവ്വതും വിറ്റത് വാങ്ങുമെന്ന് ഈശോ ഒരു ഉപമയിൽ പറഞ്ഞു. നീ നിധി കണ്ടെത്തിയവനാണ്. ആ നിധി മറ്റൊന്നുമല്ല, അവിടുത്തെ പൗരോഹിത്യമാണ്. ആ നിധി മറ്റൊന്നുമല്ല, ഈശോ മിശിഹായാണ്. അവനെ കണ്ടെത്തി നീ മറ്റെല്ലാം ഉപേക്ഷിച്ച് സർവ്വതും വിറ്റ് ആ നിധി വാങ്ങാൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. പ്രിയപ്പെട്ട മാത്യൂസ്, നിനക്കെല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു.